എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 6-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയായി. ജൂലൈ മാസത്തെ പെൻഷൻ ഈ മാസം 23-ാം തീയതി മുതൽ ഉണ്ടാകും. 21-ാം തീയതിയാണ് സംസ്ഥാനത്ത് കടമെടുപ്പുണ്ടാകുക. അതിനുശേഷമാണ് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുക. 2000 രൂപ തന്നെയാണ് പെൻഷൻ ലഭിക്കുക. 3000 ലഭിക്കും എന്ന തരത്തിലുള്ള പ്രചരണം, അല്ലെങ്കിൽ പെട്ടെന്ന് കൂട്ടും എന്ന തരത്തിലുള്ള പ്രചരണം ശരിയല്ല. വേഗത്തിൽ കൂട്ടാനുള്ള നടപടി സർക്കാർ ആലോചിക്കും. നിലവിലെ സാഹചര്യത്തിൽ അതിന് സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 6 മാസത്തിലെങ്കിലും പെൻഷൻ 100 രൂപ പോലും കൂട്ടില്ല, 2000 തന്നെയാണ് ലഭിക്കുക. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മാറ്റി BBG റാംജി പദ്ധതി രാജ്യത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സ്വകാര്യ ഭൂമിയിൽ ഇനി തൊഴിൽ ഇല്ല എന്ന പ്രധാനപ്പെട്ട മാറ്റത്തോടെ നിരവധി മാറ്റങ്ങളാണ് പദ്ധതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, തൊഴിലാളികളുടെ വേതനം കൂട്ടുകയും 125 ദിവസത്തെ തൊഴിൽ ദിനം വാഗ്ദാനവും ഉണ്ട്. കേരളത്തിലുള്ള തൊഴിലാളികൾക്ക് ഇനി മുതൽ 401 രൂപയാണ് ലഭിക്കുക. നേരത്തെ ഇത് കേന്ദ്രത്തിന്റെ മാത്രം പദ്ധതിയായിരുന്നു എങ്കിൽ ഇത് ഇനി സംസ്ഥാനത്തിന്റെ കൂടി പദ്ധതിയാണ്. കേന്ദ്ര പദ്ധതി കേന്ദ്രാവിഷ്ഠിത പദ്ധതിയായപ്പോൾ 60% വിഹിതം കേന്ദ്രവും 40% വിഹിതം സംസ്ഥാനവും വഹിക്കണം. നേരത്തെ ഇത് പൂർണ്ണമായും കേന്ദ്രമായിരുന്നു ഫണ്ട് ചെലവഴിച്ചിരുന്നത്. കേരളത്തിലുള്ളവർക്ക് 401 രൂപയാണ് കൂലി ലഭിക്കുക. സ്വകാര്യ ഭൂമിയിൽ ഇനി തൊഴിലുറപ്പ് നടക്കില്ല. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് തുടർന്നും ജോലിയെടുക്കാം. തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ പുതിയ BBG റാംജി പദ്ധതിയുടെ കാർഡ് ലഭിക്കും. അതുവരെ നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ കാർഡ് ഉപയോഗിക്കാം. പുതിയ അംഗങ്ങൾക്ക് ചേരാനും സാധിക്കുന്നതാണ്. തൊഴിലുറപ്പ് ജോലി ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും കൂടുതൽ സുഗമമാവുന്ന രൂപത്തിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ ലഭ്യമാക്കുന്നത് അടക്കമുള്ള നടപടികളാണ് പദ്ധതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പദ്ധതി മാറുന്നതോടുകൂടി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധിയും അവതാളത്തിലാകുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് രാജ്യത്ത് ആദ്യമായി തുടങ്ങിയ ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം അവതാളത്തിലാകും. മാസം 50 രൂപ മാത്രം അംശാദായം വാങ്ങി കേരളത്തിൽ തുടങ്ങിയ ക്ഷേമനിധിയിൽ കുറഞ്ഞത് 6 ലക്ഷം പേരെങ്കിലും ചേർക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. പ്രവർത്തനം തുടങ്ങി 3 വർഷത്തിനിടെ ഇതുവരെ 17,742 പേർ മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിച്ചത്. അംഗീകരിച്ച അപേക്ഷകൾ 14,415 ആണ്. അംശാദായം അടച്ചു തുടങ്ങിയവർ 8,345 പേരാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെയും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലും തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകാനാണ് കഴിഞ്ഞ സർക്കാർ ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചത്. അംഗങ്ങളെ ചേർക്കാൻ ജില്ലകളിൽ പ്രചരണം നടത്തിയിട്ടും കാര്യമായിട്ടുള്ള ഫലം ഉണ്ടായില്ല. ക്ഷേമനിധിയിൽ ചേരാൻ പലരും മടി കാണിക്കുന്നതിന്റെ പല കാരണങ്ങളുണ്ട്. കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ കിട്ടാതാകുമോ എന്ന ആശങ്ക പല തൊഴിലാളികൾക്കുമുണ്ട്. ഏതെങ്കിലും ഒരു പെൻഷന് മാത്രമായിരിക്കും അർഹത ഉണ്ടാവുക. തൊഴിലുറപ്പിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയാണ് രണ്ടാമത്തേത്. നിലവിലുണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി പദ്ധതിയിലെ മാറ്റം ജോലി ഇല്ലാതാക്കുമോ എന്ന ആശങ്ക പല തൊഴിലാളികൾക്കുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇനി കുറച്ച് ദിവസങ്ങളാണ് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ളത്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ 17-ാം തീയതി വരെയാണ്. നിലവിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട്, 1 ഏക്കറിലധികം ഭൂമി, സ്വന്തമായി ആവശ്യത്തിനുള്ള 4 ചക്ര വാഹനം ഉണ്ടെങ്കിൽ BPL കാർഡിന് അർഹതയില്ല. ഈ മാനദണ്ഡം മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ. നിലവിൽ അപേക്ഷ വിളിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അപേക്ഷകർ കുറവായതിനാലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. നിലവിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം BPL അഥവാ മുൻഗണനാ വിഹിതം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നികത്തിയിട്ടില്ല എങ്കിൽ ആ കോട്ട കേന്ദ്ര സർക്കാർ കട്ടാക്കും. അത് മറികടക്കാനാണ് സംസ്ഥാന സർക്കാർ മാനദണ്ഡങ്ങൾ പുതുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഭക്ഷ്യ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ആണ് ഇതിന്റെ നടപടികൾക്ക് തുടക്കമിട്ടിട്ടുള്ളത്. നിലവിലെ സാമൂഹിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് 1200 സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമുള്ള വീട്,
800cc വരെയുള്ള കാറ് അല്ലെങ്കിൽ സ്വന്തമായി ആവശ്യത്തിനുള്ള 4 ചക്ര വാഹനം, കൃഷിയോഗ്യമല്ലാത്ത 1 ഏക്കറിലധികം ഭൂമി ഉള്ളവരെയും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് പുതിയ തീരുമാനം. 2017 അവസാനമായി പുതുക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1000 സ്ക്വയർ ഫീറ്റ് വീടും വാഹനവും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്. അതാത് സംസ്ഥാനങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. അപ്പോൾ 1000-ന് മുകളിൽ വീടുള്ളവരും ഇനി ആ കാരണം കൊണ്ട് BPL റേഷൻ കാർഡ് കിട്ടാതിരിക്കില്ല എന്നുള്ളതാണ്. അപേക്ഷ കഴിയുമെങ്കിൽ എല്ലാവരും നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ മുൻഗണനാ റേഷൻ കാർഡിന് കൂടുതൽ ആളുകൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മത്സ്യത്തിന് പുറമെ ബീഫിനും ചിക്കനും പച്ചക്കറിക്കും വില കൂടുതലാണ്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ പല സ്ഥലങ്ങളിലും സുനാമി ഇറച്ചി അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നുണ്ട് എന്ന വിവരം 2017 മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത ഇടെയായി നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ നിന്നും സുനാമി ഇറച്ചി പിടിച്ചെടുക്കുകയും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ പിടിച്ചെടുക്കുന്നതും നടപടിയെടുക്കുന്നതും വളരെ ചുരുക്കമാണ്. അടുത്ത കാലത്ത് സംസ്ഥാനത്ത് ഭക്ഷ്യ വിഷബാധ മൂലം ആളുകൾ മരണപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം പരിശോധനകൾ ശക്തമാക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരം പരിശോധനയിൽ സുനാമി ഇറച്ചി പിടിച്ചെടുത്തു എന്ന വാർത്തകളും വന്നിരുന്നു. എന്നാൽ എന്താണ് സുനാമി ഇറച്ചി എന്നതിനെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല. ഇതെന്താണ്, ഇത് കഴിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വ്യക്തമാക്കുകയാണ് വീഡിയോയിൽ. മാംസാഹാരം കഴിക്കുന്ന ആളുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത്. എന്താണ് സുനാമി ഇറച്ചി എന്നുള്ളത് ആദ്യം നോക്കാം. സംസ്ഥാനത്ത് 2 തരത്തിലുള്ള മാംസം ലഭ്യമാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. ഒന്ന്, വൃത്തിയുള്ള സ്ഥലത്ത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് കശാപ്പ് ചെയ്യുന്ന ഫ്രഷ് ആയതും കൃത്യമായി ഫ്രഷ് ചെയ്തതുമായ മാംസം. 2, ചത്ത മൃഗങ്ങളുടെ അടക്കം ഇറച്ചി അപകടകരമായി വിപണിയിൽ എത്തിക്കുന്നത്. ഇവ ശരിയായ രീതിയിൽ കശാപ്പ് ചെയ്യാത്ത മൃഗങ്ങളുടേതോ ശാസ്ത്രീയമായി ഫ്രീസ് ചെയ്യാത്ത ഇറച്ചി എന്നിവയാണ് സുനാമി ഇറച്ചി എന്ന് പറയുന്നത്. എന്നാൽ കോഴിയുടേതോ കാലിയുടേതോ മറ്റു തരത്തിലുള്ളതോ മാംസങ്ങൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അസുഖം മൂലം ചത്തുപോയ മൃഗങ്ങളുടെ ഇറച്ചി വരെ ഈ ഇനത്തിൽ ഉൾപ്പെടുന്നു. ഇത് പലപ്പോഴും പൊതു വിപണിയിലല്ല വിൽക്കുന്നത്. ഹോൾസെയിലായി ഹോട്ടലുകളിലും ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലുമാണ് എത്തിക്കുന്നത്. താരതമ്യേന പകുതിയോ അതിൽ കുറവോ ആണ് സുനാമി ഇറച്ചിയുടെ വില കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ വിൽപ്പന വ്യാപകമായി നടക്കുന്നത്. എന്നാൽ ഇത് കഴിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മരണം വരെ സംഭവിക്കാവുന്ന ഗുരുതര അപകടത്തിലേക്ക് സുനാമി ഇറച്ചിയുടെ ഉപയോഗം നിങ്ങളെ എത്തിക്കുന്നതാണ്. കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും ആരോഗ്യമുള്ളതായിരിക്കണം എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 20 ലക്ഷത്തിൽ കൂടുതൽ മാംസ വിഭവങ്ങളാണ് കേരളത്തിൽ ഒരു വർഷം തീന്മേശയിൽ എത്തുന്നത്. ഇതെല്ലാം എത്രത്തോളം ആരോഗ്യകരമാണ്, എത്രത്തോളം ശുദ്ധമാണ് എന്ന കാര്യം നമ്മുടെ രോഗങ്ങളുടെ കണക്കിൽ തന്നെ വ്യക്തമാണ്. ആരോഗ്യം നശിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വേണം സുനാമി മീറ്റാണോ ഫ്രഷ് മീറ്റാണോ എന്ന് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് ജന്തുജന്യ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയധികം കുറവായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബാധിക്കുന്നത് ജന്തുജന്യ രോഗങ്ങൾ തന്നെയാണ്. ഇതിൽ തന്നെ ആന്ത്രാക്സ് പോലുള്ളവ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം പുറകിൽ സുനാമി മീറ്റ് പോലുള്ള മാംസ ആഹാരങ്ങളുടെ പങ്ക് നിസ്സാരമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ബാസിലസ് ആന്ത്രാക്സ് എന്ന ബാക്ടീരിയയാണ് ആന്ത്രാക്സ് എന്ന ഗുരുതര രോഗത്തിലേക്ക് എത്തിക്കുന്നതിന്റെ പ്രധാന കാരണം. രോഗാവസ്ഥയിലുള്ള മൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതിൻ്റെയോ ഭക്ഷിക്കുന്നതിൻ്റെയോ അടിസ്ഥാനത്തിലാണ് രോഗം ബാധിക്കുന്നത്. മരണത്തിലേക്ക് വരെ നമ്മളെ എത്തിക്കുന്ന അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം അത്രയേറെ അപകടങ്ങളാണ് പഴകിയ ഇറച്ചി അഥവാ സുനാമി ഇറച്ചി നമുക്ക് നൽകുന്നത്. പനി, ഛർദി, വയറിന്റെ അസ്വസ്ഥത, വയറിളക്കം, ഡയേറിയ, ശ്വാസതടസ്സം തുടങ്ങിയ നിരവധി ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ കാണിക്കാറുണ്ട്. വളരെയധികം ഗുരുതരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരം അവസ്ഥയിൽ
പെട്ടുകഴിഞ്ഞാൽ ഡോക്ടറെ കാണുകയും കൃത്യമായ പ്രതിരോധ നടപടികൾ എടുക്കുകയും വേണം. അല്ലാത്തപക്ഷം ജീവൻ വരെ നഷ്ടമായേക്കാനുള്ള സാധ്യതയുണ്ട്. സുനാമി ഇറച്ചികളായിട്ടുള്ള പഴയ ചിക്കനോ ബീഫോ മാത്രമല്ല, കേടായ ഏത് മാംസവും, അതായത് നമ്മുടെ വീട്ടിൽ നല്ല ഇറച്ചിയാണ് എന്ന് കരുതി വാങ്ങിയത് പഴകിയാൽ പോലും കേടായ ഏത് മാംസവും കഴിക്കുന്നത് വളരെയധികം അപകടകരമാണ്. ഇത് ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന അതിഗുരുതരമായ ബാക്ടീരിയകൾ ഉണ്ടാകുന്നതിന്റെ ഫലമായി മനുഷ്യർക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുന്നതാണ്. ഇത് രക്തത്തിൽ കലർന്ന് മരണം വരെ സംഭവിക്കാം. സാൽമോണല്ല, ഷിഗാടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കോളിക് ബാക്ടീരിയകൾ, STEC എന്നിവയെല്ലാം ദോഷകരമായി ശരീരത്തെ ബാധിക്കുന്ന ബാക്ടീരിയകൾ ആണ്. പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കാം എന്നതാണ് പലരും ഇത് നിസാരമായി വിടുന്നതിന് കാരണം. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്നവർ കൃത്യമായിട്ടുള്ള നല്ല ഇറച്ചി തന്നെയാണ് അത്തരം സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കുറഞ്ഞ വിലക്ക് തുച്ഛമായ ലാഭം നോക്കി ഇത്തരം മാംസാഹാരങ്ങൾ കഴിക്കുന്നത് ജീവന് തന്നെ ഭീഷണിയാണ്. ഈ വിവരം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.